ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2024 ഓഗസ്റ്റ് 24 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് ആൻറ്റി മാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഓർഡിനറി മാറ്റർ പാർട്ടിക്കിൾസിന്റെ അതേ മാസം പക്ഷെ ഓപ്പോസിറ്റ് ഇലക്ട്രിക് ചാർജുമുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓർഡിനറി മാറ്റർ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ആറ്റത്തിന്റെ ഉള്ളിൽ കാണുന്ന ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അതൊക്കെ നമുക്ക് മാറ്റർ പാർട്ടിക്കിൾസ് ആയിട്ട് കണക്കാക്കാം. അപ്പൊ അത്തരം ഓർഡിനറി മാറ്റർ പാർട്ടിക്കിൾസിന്റെ അതേ മാസം പക്ഷെ അവരുടെ ഓപ്പോസിറ്റ് ഇലക്ട്രിക് ചാർജുമുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആന്റി മാറ്റർ എന്ന് വിളിക്കുക. അപ്പോൾ ഓരോ പാർട്ടിക്കിൾസിന്റെയും ആന്റി മാറ്ററിനെ എന്താണ് വിളിക്കുന്നത്, അതിന്റെ ചാർജ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി പോവാം. അപ്പോൾ ആന്റി മാറ്റർ ഈസ് എ ടൈപ്പ് ഓഫ് മാറ്റർ കമ്പോസ്ഡ് ഓഫ് ആന്റി പാർട്ടിക്കിൾസ് വിച്ച് ഹാവ് സെയിം മാസ് ആസ് ഓർഡിനറി മാറ്റർ പാർട്ടിക്കിൾസ് ബട്ട് പൊസസസ് ഓപ്പോസിറ്റ് ഇലക്ട്രിക് ചാർജ്. ആ ഡെഫിനിഷൻ ഇതാണ് പറയുന്നത്. ഓർഡിനറി മാറ്റർ പാർട്ടിക്കിളിന്റെ അതേ മാസം ഓപ്പോസിറ്റ് ഇലക്ട്രിക് ചാർജും ഉള്ള മാറ്ററിനെയാണ് നമ്മൾ ആന്റി മാറ്റർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, the antimatter counterpart of an electron which has a negative charge is a positron which has the same mass as an electron but a positive charge. അതായത് ഇപ്പൊ നമ്മൾ ഇലക്ട്രോൺ എടുക്കുകയാണെന്ന് കരുതുക. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു മാറ്റർ പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ഇലക്ട്രോണിന് എന്ത് ചാർജാന്ന് നമുക്കറിയാം? നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ എന്ന് നമുക്കറിയാം. ഈ ഇലക്ട്രോണിന്റെ ആന്റി മാറ്ററിനെ നമ്മൾ വിളിക്കുക പോസിട്രോൺ എന്നാണ്. അപ്പോൾ ആന്റി മാറ്റർ ഓഫ് ഇലക്ട്രോൺ ഇസ് നോൺ ആസ് പോസിട്രോൺ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം പോസിട്രോൺ എന്ന് പറയുന്നതിന് ഇലക്ട്രോണിന്റെ അതേ മാസ് ആയിരിക്കും ഉണ്ടാവുക. ഇലക്ട്രോണിന്റെ മാസ് തന്നെയായിരിക്കും പോസിട്രോൺ ഉണ്ടാവുക. പക്ഷെ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ പോസിട്രോണിന്റെ ചാർജ് അതിന്റെ ഓപ്പോസിറ്റ്, അതായത് പോസിട്രോണിന്റെ ചാർജ് എന്തായിരിക്കും? അപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇപ്പൊ പറഞ്ഞത്. ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിന് എന്താണുള്ളത്? നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അതിന്റെ ആന്റി മാറ്റർ പോസിട്രോൺ എന്ന് പറയുന്നു. ആ പോസിട്രോണ് ഇലക്ട്രോണിന്റെ അതേ മാസം പക്ഷെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും. അതായത് പോസിട്രോണിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ഇനി സിമിലർലി ദ ആന്റി പ്രോട്ടോൺ ഇസ് ദ ആന്റി മാറ്റർ ഇക്വലന്റ് ഓഫ് എ പ്രോട്ടോൺ ഹാവിംഗ് ദ സെയിം മാസ് ബട്ട് ആൻ ഓപ്പോസിറ്റ് നെഗറ്റീവ് ചാർജ്. ഇനി അടുത്ത പാർട്ടിക്കിൾ എടുക്കുകയാണ് നമ്മൾ പ്രോട്ടോൺ എന്ന് പറയുന്നത്. ആറ്റത്തിലുള്ള മറ്റൊരു കണമാണ് പ്രോട്ടോൺ. പ്രോട്ടോണിന്റെ ചാർജ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? പോസിറ്റീവ് ആണെന്നാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണിന്റെ ആന്റി മാറ്റർ അറിയപ്പെടുന്നത് ആന്റി പ്രോട്ടോൺ എന്നാണ്. അപ്പൊ ഈ ആന്റി പ്രോട്ടോണിന്റെ അതേ മാസ് ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും. അതായത് ആന്റി പ്രോട്ടോണിന് അപ്പൊ എന്ത് ചാർജ് ഉണ്ടാവും? നെഗറ്റീവ് ചാർജ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ആന്റി പ്രോട്ടോണിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ ഇതുപോലെ എല്ലാ പാർട്ടിക്കിൾസിനും, എല്ലാ ഓർഡിനറി മാറ്റർ പാർട്ടിക്കിൾസിനും അതിന്റെ അതേ മാസം പക്ഷെ ഓപ്പോസിറ്റ് ഇലക്ട്രിക് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനാണ് ആന്റി മാറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, സയന്റിസ്റ്റ് ഡിസ്കവേർഡ് ദ ഹെവിയസ്റ്റ് ആന്റിമാറ്റർ പാർട്ടിക്കിൾ നെയ്മഡ് ആന്റി ഹൈപ്പർ ഹൈഡ്രജൻ 4 അറ്റ് ദ റിലേറ്റിവിസ്റ്റിക് ഹെവി അയോൺ കൊളൈഡർ ഇൻ ന്യൂയോർക്ക്. അതായത് ഈ ന്യൂയോർക്കിൽ നടക്കുന്ന ഒരു പരീക്ഷണമാണ് റിലേറ്റിവിസ്റ്റിക് ഹെവി അയോൺ കൊളൈഡറിൽ നടക്കുന്നത്. അപ്പൊ അവിടെ ആ ഒരു എക്സ്പെരിമെന്റിന്റെ ഇടയ്ക്ക് അവർ ഏറ്റവും ഭാരം കൂടിയ അല്ലെങ്കിൽ ഹെവിയസ്റ്റ് ആയിട്ടുള്ള ആന്റി മാറ്റർ പാർട്ടിക്കിൾസിനെ സയന്റിസ്റ്റുകൾ ഡിസ്കവർ ചെയ്തു. ആ ആന്റി മാറ്റർ പാർട്ടിക്കിളിന്റെ പേരെന്താണ് കൊടുത്തിരിക്കുന്നത്? ആന്റി ഹൈപ്പർ ഹൈഡ്രജൻ 4. അപ്പോൾ ഇതുവരെ ഡിസ്കവർ ചെയ്തതിൽ വെച്ച് ഹെവിയസ്റ്റ് ആയിട്ടുള്ള ആന്റി മാറ്റർ പാർട്ടിക്കിൾ ഏതാണ്? ആന്റി ഹൈപ്പർ ഹൈഡ്രജൻ 4. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ന്യൂസ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ആന്റി മാറ്റർ എന്താണെന്ന് അറിയാണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷനിൽ എന്താണ് ആന്റി മാറ്റർ, അതിന് വേറെ നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു തന്നത്. അപ്പൊ ഈ ഒരു ആന്റി മാറ്ററിന്റെ ഡെഫിനിഷനും ഇപ്പൊ അതിന്റെ ന്യൂസ് എന്താണെന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഹെവിയസ്റ്റ് ആന്റി മാറ്റർ പാർട്ടിക്കിൾ ഏതാണ്? ആന്റി ഹൈപ്പർ ഹൈഡ്രജൻ 4 ആണ് ഇപ്പൊ ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്മൾ ഭീഷ്മ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്യൂബിനെ കുറിച്ചിട്ടാണ് പറയണത്. അത് ഇപ്പൊ ന്യൂസിൽ വരാനുള്ള കാരണം, ഇപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി ഉക്രൈൻ സന്ദർശിച്ചിട്ട് അവിടേക്ക് ഒരു
ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രസന്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഭീഷ്മ ക്യൂബ് എന്ന് പറയുന്നത്. അതിപ്പോൾ അവിടുത്തെ ഒരു സിറ്റുവേഷൻ കണക്കിലെടുത്ത് അവിടുത്തെ ആ ഒരു വാർ അന്തരീക്ഷത്തിൽ അവർക്ക് സപ്പോർട്ടീവായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഭീഷ്മ ക്യൂബ്. എന്താണെന്ന് നോക്കാം. The Bhishma Cube is an advanced mobile hospital unit designed for rapid deployment in disaster zones and emergency situations. അതായത് അടിയന്തരമായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ പെട്ടെന്ന് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മൊബൈൽ ഹോസ്പിറ്റൽ യൂണിറ്റുകളാണ് ഭീഷ്മ ക്യൂബ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഇസ് ഡെവലപ്ഡ് അണ്ടർ പ്രൊജക്ട് ഭീഷ്മ. ഭീഷ്മിന്റെ പ്രൊജക്ട് ആ ഒരു ഫുൾ ഫോം എന്താ? ഭാരത് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് ഫോർ സഹയോഗ്, ഹിത ആൻഡ് മൈത്രി, റിഫ്ലക്റ്റിംഗ് ഇന്ത്യസ് കമ്മിറ്റ്മെന്റ് ടു പ്രൊവൈഡിങ് സ്വിഫ്റ്റ് മെഡിക്കൽ അസിസ്റ്റൻസ് ഇൻ ക്രൈസിസ് ഏരിയാസ്. അതായത് എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് ഒരു മെഡിക്കൽ സഹായം എത്തിക്കുക എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്താണ് ഇന്ത്യ ഈ ഒരു പ്രൊജക്ട് ഭീഷ്മ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫുൾ ഫോം ഭാരത് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് ഫോർ സഹയോഗ്, ഹിത ആൻഡ് മൈത്രി എന്നാണ്. The unit is capable of treating up to 200 casualties. It weighs 720 kilogram and is composed of 72 components that can be easily transported by hand, bicycle or drone. അതായത് ഈ ഒരു ഭീഷ്മ ക്യൂബിന്റെ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏകദേശം 200ഓളം കാഷ്വാലിറ്റീസ് അറ്റ് എ ടൈം ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ വെയിറ്റ് വരുന്നത് 720 കിലോഗ്രാം ആണ്. 72ഓളം കമ്പോണൻസ് കൂട്ടിച്ചേർത്തിട്ടാണ് ഇതൊരു ഇങ്ങനത്തെ ഒരു ക്യൂബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ബൈ റോഡ് അല്ലെങ്കിൽ ആ രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഒരു സ്ഥലത്തേക്ക് ആക്സസ് ഉണ്ടാവില്ല. അതായത് ബൈ റോഡ് എന്ന് പറഞ്ഞാൽ വലിയ വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ബൈ ഹാൻഡോ ബൈസിക്കിൾ വഴിയോ അല്ലെങ്കിൽ ഈവൻ ഡ്രോൺ വഴി വരെ ഇങ്ങനത്തെ ഓരോ ഭീഷ്മ ക്യൂബ്സും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു ഡിസാസ്റ്റർ ഹിറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മെഡിക്കൽ ഫെസിലിറ്റി ഏറ്റവും പെട്ടെന്ന് എത്തിക്കാനായിട്ട് ഇത്തരം സംവിധാനങ്ങൾ കൊണ്ട് സാധിക്കും. പ്രൈം മിനിസ്റ്റർ മോഡി ഹാസ് പ്രസന്റഡ് ദ ഭീഷ്മ ക്യൂബ് ടു ഉക്രൈൻ. ഉക്രൈനില് ഈ ഒരു ഭീഷ്മ ക്യൂബ് പ്രൈം മിനിസ്റ്റർ മോഡിയുടെ വിസിറ്റിൽ പ്രസന്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് ഈ ഭീഷ്മ ക്യൂബ് ഇപ്പൊ ന്യൂസിൽ വന്നത്. അപ്പൊ അത് എന്താണ് കാര്യം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പൊളാരിസ് ഡോൺ മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇപ്പോൾ കറന്റ്ലി ന്യൂസിൽ വന്നിട്ടുള്ള ഒരു പ്രൈവറ്റ് മിഷനാണ് പൊളാരിസ് ഡോൺ മിഷൻ എന്ന് പറയുന്നത്. എന്താന്ന് നോക്കാം. Polaris Dawn is a privately funded space mission led by billionaire entrepreneur Jared Isaacman in collaboration with SpaceX. അതായത് ഇപ്പോൾ ഈ അടുത്തിടെ സ്പേസ് എക്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു ബില്യണർ ആയിട്ടുള്ള ഓൺടർപ്രണർ ജരേദ് ഐസക്മാൻ ആണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു പ്രൈവറ്റ്ലി ഫണ്ടഡ് സ്പേസ് മിഷൻ ആണ് പൊളാരിസ് ഡോൺ. എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്താണ്? ഇറ്റ് ഇസ് സെറ്റ് ടു ബി ദ ഫസ്റ്റ് നോൺ ഗവൺമെന്റ് mission to conduct a spacewalk aiming to reach an altitude of about 700 km above Earth, the highest altitude for a human space mission to date. അതായത് ഇതുവരെ മനുഷ്യൻ ചെയ്തിട്ടുള്ള ഒരു ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിലുള്ള സ്പേസ് വാക്കാണ് ഇപ്പൊ ഈ ഒരു മിഷൻ വഴി നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് ആദ്യത്തെ നോൺ ഗവൺമെന്റ് മിഷൻ കൂടിയാണ് ഈ ഒരു പൊളാരിസ് ഡോൺ മിഷൻ. ഇതിൽ എന്താ ചെയ്യുന്നത്? ഒരു സ്പേസ് വാക്ക്. എന്ത് ഡിസ്റ്റൻസിലാണ് ഈ ഒരു സ്പേസ് വാക്ക് നടത്തുന്നത്? എർത്തിന്റെ സർഫസിൽ നിന്ന് 700 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡ്, അത്രയും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നമ്മുടെ ആസ്ട്രോണറ്റ്സ് പോയിട്ട് അവിടെ എന്ത് ചെയ്യും? സ്പേസ് വാക്ക് നടത്തും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഇതിനെ ഫണ്ട് ചെയ്യുന്നത്. നോൺ ഗവൺമെന്റ് മിഷനാണ്. ഇതുവരെ മനുഷ്യൻ നടത്തിയിട്ടുള്ള ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് സ്പേസ് വാക്ക് ആയിരിക്കും ഇത് നടപ്പിലാക്കിയാൽ ഉണ്ടാവാൻ പോകുന്നത്. It will surpass the current record held by NASA's Gemini 11 mission in 1966. അപ്പൊ ഇതുവരെ ഏറ്റവും ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിൽ സ്പേസ് വാക്ക് നടത്തിയ ഒരു റെക്കോർഡ് ഉള്ളത് നാസയുടെ ജെമിനി 11 മിഷനാണ് 1966 ഉണ്ടായത്. അപ്പോൾ ഈ ഒരു മിഷൻ നടന്നു കഴിഞ്ഞാൽ പൊളാരിസ് ഡോൺ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിൽ സ്പേസ് വാക്ക് നടത്തിയ മിഷൻ എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് സ്വന്തമാക്കുക. The mission will test new spacesuits designed by SpaceX to protect astronauts from high radiation levels encountered in the Van Allen belts. അതായത് ഈ ഒരു മിഷനിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. സ്പേസ് എക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്പേസ് സ്യൂട്ടുകൾ
അതായത് ആസ്ട്രോനട്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഹൈ റേഡിയേഷൻസ് ഫ്രം വാൻ അലൻ ബെൽറ്റ്സ്, അതായത് ഭൂമിയുടെ പുറത്തുള്ള ഒരു ബെൽറ്റ് ആണ് വാൻ അലൻ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വാൻ അലൻ ബെൽറ്റുകളിൽ നിന്ന് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പല റേഡിയേഷൻസും ഹൈ ലെവലിൽ എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്തരം റേഡിയേഷൻസിൽ നിന്നൊക്കെ നമ്മുടെ ഹ്യൂമൻസ് അല്ലെങ്കിൽ ആസ്ട്രോണറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം അവർ സ്പേസ് വാക്ക് നടത്തുമ്പോൾ. അപ്പൊ അതിനുവേണ്ടി സ്പേസ് എക്സ് എന്ന് പറയുന്ന എലൻ മസ്കിന്റെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, പല സ്പേസ് സ്യൂട്ടുകളും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്പേസ് സ്യൂട്ടുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു മിഷനിൽ ടെസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. അപ്പൊ ഇതാണ് പൊളാരിസ് ഡോൺ മിഷൻ എന്ന് പറഞ്ഞത്. അത് മനസ്സിലാക്കുക. സ്പേസ് വാക്കിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രൈവറ്റ് ഫണ്ടഡ് അല്ലെങ്കിൽ നോൺ ഗവൺമെന്റ് മിഷൻ ആണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ വാൻ അലൻ ബെൽറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെൽറ്റിനെ പറ്റി കേട്ടു. അപ്പൊ ജസ്റ്റ് നമുക്ക് അതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ദ വാൻ അലൻ ബെൽറ്റ്സ് ആർ ടു സോൺസ് ഓഫ് charged particles that surround earth held in the magnetosphere. അതായത് മാഗ്നറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന രണ്ട് സോണുകളാണ് വാൻ അലൻ ബെൽറ്റുകൾ. ഈ രണ്ട് സോണുകളും ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ രണ്ട് സോണുകളാണ്. അതായത് ഭൂമിയെ ചുറ്റി നിൽക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ രണ്ട് സോണുകളാണ് വാൻ അലൻ ബെൽറ്റ്. അപ്പൊ ഭൂമിയുടെ മാഗ്നറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന ഭൂമിയെ ചുറ്റി നിൽക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ രണ്ട് സോണുകളാണ് വാൻ അലൻ ബെൽറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ആരാണ് ഡിസ്കവർ ചെയ്തത്? 1958 അമേരിക്കൻ ഫിസിസ്റ്റ് ആയിട്ടുള്ള ജെയിംസ് വാൻ അലൻ ആണ് ഈ ഒരു ബെൽറ്റ് ഡിസ്കവർ ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നതും. ജെയിംസ് വാൻ അലൻ 1958 ഇത് ഡിസ്കവർ ചെയ്തു. ഇനി ഈ ബെൽറ്റ് എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങൾ ചേർന്നതാണ്. എന്താണ്? ഒരു ഇന്നർ ബെൽറ്റും ഉണ്ട്, ഔട്ടർ ബെൽറ്റും ഉണ്ട്. അപ്പൊ ഈ ഓരോ ഇന്നർ ബെൽറ്റും ഔട്ടർ ബെൽറ്റും എങ്ങനെയാണ് ഫോം ചെയ്തത്, എന്ത് കൈൻഡ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് അവിടെ ഉള്ളത്, എത്ര ഡിസ്റ്റൻസിലാണ് ഭൂമിയിൽ നിന്ന് ഇത് വരുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇന്നർ ബെൽറ്റ് നോക്കാം. ഇന്നർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാൻ അലൻ ബെൽറ്റിന്റെ ഭാഗമാണ്. This belt is located approximately 680 to 3000 km above Earth's surface and is primarily composed of high energy protons. It is formed by cosmic rays interacting with the Earth's atmosphere. അതായത് ഭൂമിയുടെ സർഫസിൽ നിന്ന് 680 മുതൽ 3000 കിലോമീറ്റർ വരെയുള്ള ഹൈറ്റിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ബെൽറ്റുകളാണ് വാൻ അലൻ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണുള്ളത്? ഹൈ എനർജി ഉള്ള പ്രോട്ടോൺസ് ആണ് ഇന്നർ ബെൽറ്റിലുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ഈ പ്രോട്ടോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ അവിടെ വന്നത്? കോസ്മിക് റേസ് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന പ്രോട്ടോൺസ് ആണ് ഈ പറയുന്ന വാൻ അലൻ ബെൽറ്റിന്റെ ഇന്നർ ബെൽറ്റിൽ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ അവിടേക്ക് പ്രോട്ടോൺസ് വന്നത് എങ്ങനെയാണ്? കോസ്മിക് റേസ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് ഫലമായിട്ടാണ് ഇവിടെ പ്രോട്ടോൺസ് ജനറേറ്റ് ആവുന്നത്. ഇനി വാൻ അലൻ ബെൽറ്റിന്റെ അടുത്ത ഭാഗം ഔട്ടർ ബെൽറ്റ് ആണ്. ഭൂമിയിൽ നിന്ന് അകലെ നിൽക്കുന്നതാണ്. അതിന്റെ ഡിസ്റ്റൻസ് വരുന്ന നോക്കുക. ലൊക്കേറ്റഡ് അബൌട്ട് 15,000 to 20,000 km above Earth's surface, the outer belt mainly consists of high energy electrons captured from solar winds. അതായത് 15,000 മുതൽ 20,000 കിലോമീറ്റർ എബവ് എർത്ത് സർഫസ് ആണ് ഈ ഒരു ഔട്ടർ ബെൽറ്റ് കാണപ്പെടുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ടും ഹൈ എനർജിയുള്ള ഇലക്ട്രോൺസ് ആണ് കാണപ്പെടുന്നത്. അതായത് സോളാർ വിൻഡിൽ നിന്നൊക്കെ ക്യാപ്ചർ ചെയ്യപ്പെടുന്ന ഹൈ എനർജി ഇലക്ട്രോൺസ് ആണ് ഈ ഔട്ടർ വാൻ അലൻ ബെൽറ്റിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ ഇന്നർ ബെൽറ്റിൽ എന്താണുള്ളത്? പ്രോട്ടോൺസ് ഹൈ എനർജിയില്. ഔട്ടർ ബെൽറ്റിൽ എന്തുണ്ട്? ഇലക്ട്രോൺസും ഉണ്ട്. അപ്പൊ ഇതാണ് വാൻ അലൻ ബെൽറ്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനുള്ള പോയിന്റ്സ്. അടുത്ത് നമ്മൾ നോക്കുന്നത് പ്രേരണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ്. അത് എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പ്രേരണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. അത് ഒരു ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് എന്താണ്? 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. നോക്കാം. ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ January 2024. The program is committed to integrating the principles of Indian education system with the philosophy of value-based education, a core component of National Education Policy 2020. അതായത് NEP 2020, National Education Policy 2020യുടെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫിലോസഫി. അപ്പോൾ ഈ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനെ നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് പ്രേരണ പ്രോഗ്രാം എന്ന് പറയുന്നത്.
Prerana is a week-long residential program designed for selected students in the grades 9 to 12. Each week, a group of 20 students, 10 boys and 10 girls from various regions of the country participate in the program. അതായത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ പ്രോഗ്രാം സെലക്ട് ചെയ്യപ്പെട്ട 9 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഒരു വീക്കിൽ പങ്കെടുക്കുക. ഓരോ വീക്കിലും 20ഓളം കുട്ടികൾ പങ്കെടുക്കും. അതിൽ 10 ഗേൾസും 10 ബോയ്സും ഉണ്ടാവും. അപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇത്തരം സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമിന്റെ ഭാഗമാക്കും. ഇതിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പഠന രീതി അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആയിരിക്കും ഈ ഒരു പ്രോഗ്രാമിൽ നടക്കുക. അപ്പൊ ഇതാണ് പ്രേരണ പ്രോഗ്രാമിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ്. ദ യൂണിയൻ ഗവൺമെന്റ് ഹാസ് റീസെന്റ് ലോഞ്ച്ഡ് ആൻ ഇന്നോവേറ്റീവ് ഡിജിറ്റൽ geospatial platform called Krishi DSS. DSS എന്ന് ഉദ്ദേശിച്ചത് Decision Support System for Indian Agriculture. It gathers detailed information ranging from expansive field views to individual soil particles. അതായത് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പല റേഞ്ചിലുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ പാടശേഖരങ്ങളുടെ ഒക്കെ എക്സ്പാൻസീവ് വ്യൂ, അതുപോലെ തന്നെ സോയിൽ പാർട്ടിക്കിൾസിന്റെ ഒക്കെ പ്രത്യേകത, ഇതൊക്കെ ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ദ പ്ലാറ്റ്ഫോം ഓഫേഴ്സ് extensive data access including satellite imagery, weather updates, reservoir storage, groundwater level, soil health, available anytime, anywhere. ഏത് സമയത്തും എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് എന്താണ് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, അതായത് സാറ്റലൈറ്റിൽ നിന്നുള്ള ചിത്രങ്ങള്, അതുപോലെ തന്നെ വെതർ അപ്ഡേറ്റ്സ്, റിസർവോയറുകളിലുള്ള ഇപ്പോഴത്തെ കറണ്ട്, ജലത്തിന്റെ അളവ്, പിന്നെ ഗ്രൗണ്ട് വാട്ടർ ലെവൽസ് എന്തൊക്കെയാണ്, സോയിലിന്റെ ഹെൽത്ത് എങ്ങനെയാണ്, ഇതിങ്ങനത്തെ കാര്യങ്ങളെല്ലാം എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആയിട്ട് കിട്ടും. The platform was created collaboratively by the Ministry of Agriculture and the Department of Space. അതായത് അഗ്രികൾച്ചർ മിനിസ്ട്രിയും സ്പേസ് ഡിപ്പാർട്ട്മെന്റും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഒരു കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അഥവാ കൃഷി DSS എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ജിയോ സ്പേഷ്യൽ പ്ലാറ്റ്ഫോം ആണത്. അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ വൾണറബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡെക്സിനെ കുറിച്ചിട്ടാണ്. ദ UN General Assembly ഹാസ് റീസെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ഡാറ്റ ഡ്രിവൺ വൾണറബിലിറ്റി ഇൻഡെക്സ് ഡിസൈൻ ടു അസിസ്റ്റ് സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഡെവലപ്പിംഗ് നേഷൻസ് ഇൻ സെക്യൂറിംഗ് ലോ ഇൻട്രസ്റ്റ് ഫിനാൻസിങ്. അതായത് യുണൈറ്റഡ് നേഷൻസ് ആണ് ഈ മൾട്ടി ഡയമെൻഷണൽ വൾണറബിലിറ്റി ഇൻഡെക്സ് പുറത്തിറക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, ഈ ഇൻഡെക്സ് ഏത് ഓർഗനൈസേഷൻ ആണ് റിലീസ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ ഇവിടെ മൾട്ടി ഡയമെൻഷണൽ വൾണറബിലിറ്റി ഇൻഡെക്സ് പുറത്തിറക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് അഥവാ ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലി ആണ്. അപ്പൊ ഈ ഇൻഡെക്സ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെറിയ ദ്വീപ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻസ്, അവർക്കൊക്കെ കുറഞ്ഞ പലിശ നിരക്കിൽ ഫിനാൻസിങ് അഥവാ ലോൺസ് എടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇൻഡെക്സ് അവർ പുറത്തിറക്കുന്നത്. ദ ഇൻഡെക്സ് ഇൻക്ലൂഡ്സ് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു നേഷൻസ് സ്ട്രക്ചറൽ വൾണറബിലിറ്റീസ്, റെസിലിയൻസ് സച്ച് as dependence on imports, exposure to extreme weather, pandemic impacts, regional violences, refugee issues, demographic pressures, water and land resources and child mortality rates. അതായത് ഒരു ഈ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ, അതായത് ഈ ചെറിയ ഐലൻഡ് നേഷൻസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻസ് ഒക്കെ പല പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ട്. അതായത് ഭയങ്കരമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനം, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്ന പല പാൻഡമിക്കുകൾ, അല്ലെങ്കിൽ അവരുടെ റീജിയണൽ ആയിട്ടുള്ള ഉണ്ടാവുന്ന ഇഷ്യൂസ്, പല സ്ഥലത്തുനിന്ന് അഭയാർത്ഥികൾ വരുന്ന കാരണം ഉണ്ടാവുന്നത്, അതായത് ജനങ്ങളുടെ എണ്ണം കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പിന്നെ ലാൻഡ് വാട്ടർ റിസോഴ്സിന്റെ പ്രശ്നം, ഈ ശിശുമരണ നിരക്ക്, ഇതൊക്കെ ഇങ്ങനത്തെ രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ ഏറ്റവും കൂടുതൽ പ്രഷർ ചെയ്യുന്ന, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ വൾണറബിലിറ്റീസ് എന്തൊക്കെയാണ്, റെസിലിയൻസ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ഈ മൾട്ടി ഡയമെൻഷണൽ വൾണറബിലിറ്റി ഇൻഡെക്സ്. It serves as an additional tool alongside gross domestic product and other development metrics to assess vulnerabilities and resilience. അപ്പോൾ vulnerabilityയും റെസിലിയൻസ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് GDP പോലെയുള്ള
മെഷർമെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ത് മൾട്ടി ഡയമെൻഷണൽ വൾണറബിലിറ്റി ഇൻഡെക്സ്. അതായത് ഒരു രാജ്യത്തിന്റെ വൾണറബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ റെസിലിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് അസസ് ചെയ്യാൻ നമുക്ക് മൾട്ടി ഡയമെൻഷണൽ വൾണറബിലിറ്റി ഇൻഡെക്സ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.